ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ ഇന്ന് എൻ്റെ ഒരു വിഷൻ ബോർഡാണ് കേട്ടോ കാണിക്കുന്നത്. ഞാനിത് ആക്ച്വലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനിതെങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും ഒക്കെ. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പം 3-4 പേരെ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ഇതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണാത്തത് കൊണ്ടാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനത് സബ് ടൈറ്റിൽ എന്തോ വെച്ചിട്ടേനും ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കന്ന് എന്തോ തൊണ്ടവേദന, സൗണ്ട് ഇല്ലാഞ്ഞിട്ടായിരുന്നു തോന്നുന്നത്. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ഒരാളൊന്നുമല്ലായിരുന്നു എൻ്റെ കയ്യിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്നത്തെ വീഡിയോ ഒന്ന് ഈ വിഷൻ ബോർഡ് എന്നെ കാണിച്ചിട്ട് ചെയ്യാമെന്നാണ് കേട്ടോ. അങ്ങനെ ഞാനെന്താ ഫസ്റ്റ് ഒന്ന് തുടങ്ങാം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാനെന്താ ഒരു ഖുറാനും പിന്നെ ഒരു തഫ്സീർ നോട്ട് പോലെ ഉള്ളൊരു ടാബിൽ തഫ്സീർ നോട്ടോ ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു പിക്ചറാണ് കേട്ടോ. ഞാനത് പിൻട്രസ്റ്റിൽ നിന്നാണ് എല്ലാ പിക്ചേഴ്സും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ റമദാന് തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും തഫ്സീർ പഠിക്കണം എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ആദ്യത്തേത് അതന്നെ ഖുറാൻ്റെ ഇതന്നെ വെക്കാം എന്നേനു കേട്ടോ. എന്നിട്ട് പിന്നെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു റമദാനിൽ ഉംറ ചെയ്യാൻ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ കയ്യോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ മക്കത്തെ ഒരു 3-4 പിക്ചറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മോനെ എടുത്തിട്ട് എനിക്ക് ഉംറ ചെയ്യാൻ ബുദ്ധിമുട്ടാവും എന്നൊക്കെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുള്ളത് കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചൊക്കെ റമദാൻ കഴിഞ്ഞാലും ഉംറക്ക് പോവാം. അതായത് നാട്ടിൽ പോകാൻ എനിക്കാകെ 1-2 മാസം 2 മാസം കൂടി ഉള്ളൂ. അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു ഉംറയും കൂടി ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിതിൽ അങ്ങനെ ഒരു പിക്ചറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ് പഠിച്ചോന്നെ അവിടെ എത്തിക്കട്ടെ. ഞാൻ ക്ലോക്ക് ടവറിൻ്റെയും അതേപോലെ മക്കത്തെ ഒരു 2-3 ഉള്ളത്തെ ഒരു വ്യൂവും അതൊക്കെ വെച്ചിട്ട് ഒരു 3-4 പിക്ചറും കൂടിയും ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതാ ഒരു ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഡെക്കറേഷൻ്റെ ഒരു പിക്ചറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ഒരു ഇഫ്താർ പാർട്ടി ഹോസ്റ്റ് ചെയ്യണമെന്ന് ഞാനിങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ നമുക്കറിയുന്ന കുറച്ച് ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഓരെല്ലാവരെയും കൂടി വിളിച്ചിട്ട് ഒരു ചെറിയൊരു ഇഫ്താർ പാർട്ടി വെക്കണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ റമദാൻ എന്തായാലും കുറേ അധികാറും കാര്യങ്ങളൊക്കെ ചൊല്ലണം എന്നിങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കരുതിക്കല്ല, ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത പിക്ചർ എന്നിട്ട് ഞാൻ റമദാനൊക്കെ ആകുമ്പം കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പിക്ചർ വന്നിട്ട് ഇതും ഒരു ഡെക്കറേറ്റീവ് പിക്ചറാണ്. അത് ഞാൻ ഇതേപോലെ പിൻട്രസ്റ്റിൽ നിന്ന് കണ്ടപ്പം എനിക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്തതാട്ടോ. പിന്നെ ഈ ഒരു പിക്ചർ വന്നിട്ട് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു റമദാൻ കഴിയുമ്പോഴത്തിന് മിനിമം ഒരു 2 കത്തെങ്കിലും തീർക്കണം എന്നാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു പിക്ചർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു പിക്ചർ വന്നിട്ട് ഞാൻ 5 വക്ത് നിസ്കാരം എന്തായാലും കളാക്കാണ്ട് നിസ്കരിക്കണം എന്ന് കരുതിയിട്ടാട്ടോ. ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഉംറക്ക് പോകാൻ നല്ല ആഗ്രഹമുള്ളതുകൊണ്ട് എനിക്കവിടെ കഅബ തൊടണമെന്ന് ഒരാഗ്രഹമുണ്ട്. ഞാൻ ഇതിന് മുന്നേ പോയ ടൈമിൽ എനിക്ക് തൊടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് തഫ്സീർ നോട്ട്സും കാര്യങ്ങളൊക്കെ ഖുറാൻ ജേർണലിംഗ് ഉണ്ടല്ലോ, അത് ചെയ്യണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു പിക്ചർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു റമദാനിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് കുറച്ച് സ്വതക്കയും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വന്നിട്ട് തറാവീക്ക് എനിക്ക് പള്ളിയിൽ പോകണം എന്നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒന്നാമത് പനി അങ്ങനെയൊക്കെ ആയിട്ട്, പിന്നെ എനിക്കിവിടെ തൊട്ടടുത്ത് അങ്ങനെ വിമൻസിനുള്ള പള്ളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് വന്നിട്ട് ഒരു റമദാൻ ഡെക്കറേഷൻ അത്രയേ ഉള്ളൂ, അല്ലാണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു പിക്ചർ വന്നിട്ട് ഞാൻ വിചാരിക്കുന്നത് റമദാൻ കഴിയുന്നവരെ കോഫി ഐറ്റംസ് ഒന്നും കുടിക്കണ്ട എന്നാണ്. ഞാൻ പൊതുവേ അങ്ങനെ ചായ കുടിക്കല്ലേ, പക്ഷേ ഞാൻ നല്ലോണം കോഫി എനിക്ക് തോന്നുമ്പോഴൊക്കെ അതും നല്ല സ്ട്രോങ് ആയിട്ട് ഞാൻ കുടിക്കൽ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, റമദാന് കംപ്ലീറ്റ് കോഫി അങ്ങോട്ട് ഒഴിവാക്കാം. ഇത് വന്നിട്ട് ഇസ്ലാമിക് വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം എന്നൊക്കെ കരുതിയിട്ട് ആണ് ഈ ഒരു പിക്ചർ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പം അടിപൊളിയായിട്ട് അത് പോകുന്നുണ്ട്. അങ്ങനെ
എന്നിട്ട് ഈ ഒരു പിക്ചർ വന്നിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, എപ്പോഴത്തെ പോലെ ഒരു ഡെക്കറേറ്റീവ് വീഡിയോ അത്രയേ ഉള്ളൂ. ഇത് ഞാൻ അതായത് നമ്മുടെ പെരുന്നാളൊക്കെ ആവുമല്ലോ, അപ്പം ഒരു മെഹന്തി പിക്ചർ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തതായിരുന്നു. ഇത് വന്നിട്ട് ഇതേപോലെ തന്നെ എനിക്ക് എന്താ പറയുക, തഹജ്ജുദിന് പള്ളിയിൽ പോകണം, എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കണം ഒക്കെ കരുതിയിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇത് വന്നിട്ട് ഒരു റമളാൻ ഡെക്കറേഷൻ അത്രയേ ഉള്ളൂ. ഇത് വന്നിട്ട് ഇതന്നെ നമ്മുടെ നിസ്കാരം ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചെറിയൊരു പിക്ചർ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു പിക്ചർ വന്നിട്ട് നേരത്തെ അതേപോലെ തന്നെ നമ്മുടെ ഈ റമളാൻ മാസത്തിൽ ഒരു തസ്ബീഹ് ചെല്ലുന്ന തന്നെ 100ഉം 1000ഉം പ്രതിഫലമാണല്ലോ. അപ്പം മാക്സിമം തസ്ബീഹും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യണം എന്ന് കരുതിയിട്ട് ആണ് ഈ ഒരു പിക്ചർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കാര്യമായിട്ടൊന്നുമില്ല, നേരത്തെ അതേപോലെ തന്നെ ഒരു റമളാൻ ഡെക്കറേഷൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഏത് പിക്ചറാ, പിന്നെ ഈ ഒരു ലേഡീൻ്റെ പിക്ചർ, ലേഡീൻ്റെ അല്ല, ഇത് വന്നിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ കാരക്ക ഉണ്ടല്ലോ അത് വാങ്ങണം എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആ ഒരു കാരക്ക തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഈ ഒരു ലേഡീൻ്റെ പിക്ചർ ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വെറുതെ അതായത് ഈ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലേഡീൻ്റെ പിക്ചർ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ എനിക്ക് ആ ഒരു പിക്ചർ എന്തോ നല്ല ഇഷ്ടമായപ്പം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഈ ഒരു പിക്ചർ എന്നിട്ട് ഇതൊക്കെ ആകുമ്പോഴത്തേന് ഡ്രസ്സും അതേപോലെ ചപ്പൽ, പിന്നെ നമ്മുടേതായ കുറച്ച് കോസ്മെറ്റിക്സും കാര്യങ്ങളൊക്കെ വാങ്ങണം, അങ്ങനത്തെ ഇതൊക്കെ കരുതിയിട്ട് അങ്ങനെ ഒരു ചെറിയൊരു പിക്ചർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഒരു ചെറിയ ഒരു ഖുറാൻ്റെ, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു പിങ്ക് തീം ഖുറാൻ വാങ്ങണം എന്നുള്ളത്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും വാങ്ങണം എന്നിങ്ങനെ കരുതി നിൽക്കുന്നുണ്ട്. അങ്ങനെ അപ്പം അതാ ഞാൻ ഖുറാന് റിമൈൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ആ ഒരു പിക്ചർ ഇൻക്ലൂഡ് ചെയ്തത്. അല്ലാണ്ട് പിങ്ക് ഖുറാൻ വാങ്ങണം റമളാനിൽ എന്തായാലും വാങ്ങണം എന്ന് കരുതിയിട്ട് ഇൻക്ലൂഡ് ചെയ്തതല്ല. പിന്നെ ഈ ഒരു 2 പിക്ചർ സെയിം പിക്ചർ തന്നെയാണ്. അത് ഞാൻ ഒന്ന് ചെറുതും ഒന്ന് വലുതും അത്രയേ ഉള്ളൂ. അത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പിക്ചറും കൂടി ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ കേട്ടോ. പിന്നെ പിന്നെ ഈ ലാസ്റ്റത്തെ ഈ 2 പിക്ചർ വന്നിട്ട് ഒന്ന് എനിക്ക് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ എന്താ പറയുക മക്കത്തെ അതിൻ്റെ ഉള്ളിലുള്ളൊരു ചെറിയൊരു പിക്ചർ ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഈ ഒരു റമളാൻ കഴിയുമ്പോഴത്തേനും ഒരു ഉംറ ചെയ്യണം എന്നുള്ളത്. പക്ഷേ നോമ്പൊക്കെ ആയതുകൊണ്ട് മോനെ എടുത്ത് നടക്കലൊന്നും കഴിയുമോ എന്താണെന്നുള്ളത് അറിയാത്തതുകൊണ്ട് പിന്നെ പഠിച്ചോണ്ട് വിധി പോലെ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ ഒരു 2 ഇയറിങ്സും അതേപോലെ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഉള്ളൊരു 2 ഫോട്ടോസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ എന്താ പറയുക വിഷൻ ബോർഡ് വന്നിട്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒക്കെ ഓരോ എന്താ പറയുക ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഓരോ പിക്ചറിൻ്റെയും ഓരോ കോർണർ ഉണ്ടാവുമല്ലോ, ആ കോർണറിലൊക്കെ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ കോഡ്സ് ഉണ്ടാവുമല്ലോ, അൽഹംദുലില്ലാ അതേപോലെ നമ്മുടെ ഖുറാനിലൊക്കെ ഉള്ള ഓരോ കോഡ്സും കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴും വായിക്കുമ്പോഴും ഒരു സുഖമാണല്ലോ. അങ്ങനെ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാനിതാ ഇവിടെ നല്ല പിന്നെ ഈ ഫ്രണ്ടിൽ തന്നെ ഞാൻ ആദ്യം തന്നെ ബിസ്മി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കോട്ടുണ്ടായിരുന്നു, അത് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഖുറാനിലുള്ള ഏതൊക്കെയോ കുറേ കോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിലാണെങ്കിൽ കുറച്ച് ചെറുതായതുകൊണ്ട് ഇതിലങ്ങനെയായിട്ട് കാണുന്ന ഇല്ല, എങ്കിലും അൽഹംദുലില്ലാ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കോഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ അതായത് നമ്മളൊരു ഫോട്ടോ സ്റ്റിക്ക് ചെയ്ത് കഴിയുമല്ലോ, അപ്പം അതിൻ്റെ കോർണറിൽ ഒരു ചെറിയൊരു എന്തോ ഒരു ഭംഗിക്കുറവ് ഫീൽ ചെയ്തപ്പോൾ ഞാനിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതേനു കേട്ടോ. പിന്നെ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇതിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഞാനിപ്പം ഈ ഒരു 8-9 നോമ്പ് അയച്ച് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെ 1-2 നോമ്പിൽ എനിക്ക് എന്തൊക്കെയോ കുറേ പനി ഇതൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പം
അപ്പം അങ്ങനെ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ അങ്ങനെ എനിക്ക് റമദാൻ കഴിയുന്നവരെ അതായത് ഇതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് അങ്ങനെ പോകാൻ കഴിഞ്ഞാൽ മതിയേനു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ എൻ്റെ റമദാൻ വിഷൻ ബോർഡ് വന്നിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. ഇപ്പോഴും അങ്ങനെ ലേറ്റ് ആയിട്ടൊന്നുമില്ലല്ലോ, ആകെ 8-9 നോമ്പല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴും ടൈമുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ഡെസ്കിൽ ഇങ്ങനെ കാണുമ്പോൾ മാനിഫെസ്റ്റിംഗ് എന്ന് പറഞ്ഞത് ഒരു ചെറിയൊരു കാര്യമൊന്നുമല്ല. സംഭവം എനിക്ക് ലൈഫിൽ കുറച്ചും കൂടിയും അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വിഷൻ ബോർഡ് എന്തൊക്കെയോ കുറച്ചായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്ന പോലെ തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.